Hi friends, Domino Physics and മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എൻട്രൻസ് എക്സാം കീം നീറ്റ് ജെഇ പോലെയുള്ള എൻട്രൻസ് എക്സാമുകളുടെ അതിനകത്ത് കീമിൻ്റെ എക്സാം ഡേറ്റ് ഓൾറെഡി അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ക്രാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു മാസത്തോളമായി നമ്മളതിൻ്റെ വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ അത്രയും ലേറ്റ് ആയതിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. നമ്മൾ ആ എൻട്രൻസിൻ്റെ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് ഇന്ന് മുതൽ എടുത്തു തുടങ്ങുന്നത്. ഇനി മുതൽ നമ്മുടെ എക്സാമിൻ്റെ അന്ന് വരെ, അതായത് കീം എക്സാമിന് മുമ്പ് പരമാവധി ചാപ്റ്റേഴ്സ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഓരോ ചാപ്റ്റേഴ്സിലെയും വളരെ ഡീപ്പായിട്ട് പോകാതെ ഏകദേശം ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇക്വേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്ത് വയ്ക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും പരമാവധി ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ലേറ്റായതിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ്. കുറച്ച് തിരക്കായി പോയതുകൊണ്ട്, പേഴ്സണലായിട്ട് കുറച്ച് തിരക്കുള്ളത് കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും, അതുപോലെ പ്ലസ് വണ്ണിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ ചെയ്തതുകൊണ്ടും മറ്റു കാര്യങ്ങളൊക്കെ അതിനാലാണ് ഇത്രയും ഡിലേ വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് സാധാരണഗതിയിലെ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇപ്പം നമ്മളൊരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ തിയറി പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. തൊട്ട് അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ആ ദിവസം തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ പ്രോബ്ലംസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ്. ഈ ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ചെയ്യും. ഒന്നുകിൽ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ലൈവായിട്ട് തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട്. പരമാവധി ലൈവായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ലൈവായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ലൈവ് ചെയ്യുന്നതിൻ്റെ സമയവും അതുപോലെ സമയം എപ്പോഴാണെന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയും അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പ്ലസ് ടുവിലേക്ക് പോവാണ്. പ്ലസ് വണ്ണിലെ ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ എടുക്കും. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലസ് ടു ആണ്. കാരണം പ്ലസ് വണ്ണിൻ്റെ കൂടെ പ്ലസ് ടു കൂടെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. പ്ലസ് ടുവിലെ നമ്മുടെ ഫസ്റ്റ് പഠിക്കാനുള്ള 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. അതിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇത് രണ്ടും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നതാണ് നമുക്കറിയാം. അതിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഉറപ്പായിട്ടും ബാക്കിയുള്ള വീഡിയോസിന് ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യും. ഉറപ്പായിട്ടും എല്ലാ ദിവസവും നമ്മൾ എൻട്രൻസിൻ്റെ ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ഒരു പോർഷനിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ചാർജസിനെ കുറിച്ചാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെ എക്സാമുകൾക്ക്, എൻട്രൻസ് എക്സാമുകൾക്ക് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ അതിൽ ഈസി ലെവൽ ക്വസ്റ്റ്യൻസിനകത്തേക്ക് ഉൾപ്പെടുത്താവുന്ന ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇവിടെ വരാം. ഈ ചാർജിൻ്റെ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അറിയാം. നമുക്കറിയാം ചാർജ് എന്താണെന്ന്. അതായത് ഒരു മാറ്ററിൻ്റെ ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് ചാർജസ് എന്ന് പറയുന്നത്. അതായത് മാറ്ററിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് ചാർജ്. 2 തരത്തിലുള്ള ചാർജ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിൽ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസും നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് സഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസുമാണ്. ഒരു ബോഡിയിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് അതിന് നെഗറ്റീവ് ചാർജ് കിട്ടുക, ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറയുമ്പോഴാണ് അതിന് നെഗറ്റീവ് ചാർജ് കിട്ടുക. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ചാർജസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്കൊരു 3 പ്രോപ്പർട്ടീസാണ് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. 3 പ്രോപ്പർട്ടീസാണുള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. അഡിറ്റീവ് പ്രോപ്പർട്ടി. ഈ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജസിനെ നമുക്ക് സാധാരണ നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആഡ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര പ്ലസ് എന്തായിരിക്കും, Qn ആയിരിക്കും. ചാർജസിനെ നമുക്ക് സാധാരണ നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണ്. ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് ചുമ്മാ ചാർജസിൻ്റെ ഓൾജിബ്രിക് സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ അഡിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ചാർജസ് ആണ്. കൺസർവേഷൻ ഓഫ് ചാർജസ്, ചാർജസിൻ്റെ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഓഫ് ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതൊരിക്കലും എന്ത് ചെയ്യപ്പെടില്ല, വേരി ചെയ്യില്ല. ദ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. അതായത് നമുക്ക് പുതിയതായിട്ട് ചാർജസിനെ പ്രൊഡ്യൂസ് ചെയ്യാനോ ചാർജസിനെ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ചാർജിനെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമായിരിക്കും സാധിക്കുക. ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ഓൺലി ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ. അതാണ് കൺസർവേഷൻ ഓഫ് ചാർജസ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് ആണ്. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, എക്സാമിന് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളത്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്, ചാർജസിൻ്റെ ക്വാണ്ടൈസേഷൻ.
അതായത് ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് പറയുന്നത് ഏതൊരു ബോഡിയുടെയും ചാർജിൻ്റെ അല്ല ഏതൊരു ബോഡിയുടെയും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെൻ്റൽ ചാർജ് ഇ. അതായത് ഇ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ചാർജിൻ്റെ മൾട്ടിപ്പിളുകളായിരിക്കും ചാർജസ് എന്ന് പറയുന്നത് ഏതൊരു ബോഡിയുടെയും ചാർജ്. വേറെ ഇ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ചാർജ് ആണ് 1.602 × 10⁻⁻19 കൂളോം ആണ് 1 ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 ഇ എന്ന് പറയുന്നത്. വേറെ n എന്ന് പറയുന്നത് +or-1 ആകാം, +or-2 ആകാം, +or-3 ആകാം, +or-4 ആകാം, അങ്ങനെ ഏത് വാല്യൂസും വരാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് 2e പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഒരു ബോഡിക്ക് 3 ഇലക്ട്രോൺ കിട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -3e ചാർജ് ആയിരിക്കും, 3e കൂളോം ചാർജ് ആയിരിക്കും. അതായത് 1 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ അങ്ങനൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് 1.5 ഇലക്ട്രോൺ അല്ലെങ്കിൽ 1.6 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2.7 ഇലക്ട്രോൺ അല്ലെങ്കിൽ 8.9 ഇലക്ട്രോൺസ് അങ്ങനൊരു പോസിബിലിറ്റീസ് ഒരിക്കലും ഉണ്ടാവില്ല. ചാർജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ അഥവാ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് എപ്പോഴും ഇൻറ്റിജർ ആയിട്ടുള്ള ട്രാൻസ്ഫർ ആയിരിക്കും എന്ത് ചെയ്യാം നടക്കുക. അവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമാണ് 1 കൂളോം ചാർജിൽ എത്ര ഇലക്ട്രോണുകൾ കാണും എന്നുള്ള കാര്യം. 1 കൂളോം ചാർജിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1.602 × 10⁻⁻19 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 6.25 × 10⁻18 ഇലക്ട്രോൺസ്. ഇത് ഓർത്ത് വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 1 കൂളോം ചാർജിനകത്ത് 6.25 × 10⁻18 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ചാർജസിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൃത്യമായിട്ട് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് കൂളോംസ് ലോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ചാർജസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് ചാർജസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയും ചെയ്യും, അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ചാർജുകൾക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് തരുന്ന ലോ ആണ് നമ്മുടെ കൂളോംസ് ലോ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഒന്നാമത്തെ ചാർജ് Q1 ഉം രണ്ടാമത്തെ ചാർജ് Q2 ഉം ആണെന്ന് കരുതുക. അവർ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണെന്ന് കരുതുക, 6 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ F is equal to K into Q1 Q2 by R² ആയിരിക്കും. വേർ K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. K is a constant. അതായത് the force of attraction or repulsion between 2 point charges is equal to K into Q1 Q2 by R². ഇവിടെ നമ്മൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നോക്കുന്നത്. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന 2 ചാർജും പോസിറ്റീവ് ആണെങ്കിൽ ആ ഫോഴ്സ് റിപ്പൾസീവ് ആയിരിക്കും. എടുക്കുന്ന 2 ചാർജ് നെഗറ്റീവ് ആണെങ്കിലും ആ ഫോഴ്സ് റിപ്പൾസീവ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന 2 ചാർജിൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഡയറക്ഷൻ നമുക്ക് അങ്ങനെ കണ്ടെത്താം. അപ്പോൾ ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് തരുന്ന ഇക്വേഷൻ ആണ് F is equal to K into Q1 Q2 by R². വേർ K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് ഓർത്തു വെച്ചിരിക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, അതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം, അതായത് ദ ഇൻ്റർവീനിങ് മീഡിയം. അതായത് നമ്മുടെ ചാർജ് ഇരിക്കുന്നത് ഏത് മീഡിയത്തിലാണോ ആ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കെയുടെ വാല്യൂ വരിക. ഇപ്പോൾ ചാർജ് ഇരിക്കുന്നത് എയറിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും കെയുടെ വാല്യൂ വരിക. ചാർജ് ഇരിക്കുന്നത് ഫ്രീ സ്പേസിലാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും കെയുടെ വാല്യൂ വരിക. ഇപ്പോൾ ഓൾമോസ്റ്റ് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫ്രീ സ്പേസിലും നമ്മുടെ എയറിലും നമ്മൾ ഈക്വലായിട്ടാണ് എടുക്കാറ്. ചെറിയ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഓൾമോസ്റ്റ് നമ്മൾ ഈക്വലായിട്ടാണ് എടുക്കാറ്. അല്ലെങ്കിൽ ഇപ്പോൾ വാട്ടറിനകത്താണ് ഇരിക്കുന്നത്, വാട്ടറിലാണ് 2 ചാർജസ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ കെയുടെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻ ഫ്രീ സ്പേസിലേക്ക് വരുമ്പോൾ ഓർത്തു വെച്ചിരിക്കുക, ഫ്രീ സ്പേസിലും എയറിലും വാല്യൂ എക്സാക്റ്റ് അല്ല, പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരുപോലെ എടുക്കും. അപ്പോൾ ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ എയറിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ആണ്. വേർ ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. നമുക്കറിയാം അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അങ്ങനെ വരുമ്പോൾ ε0യുടെ വാല്യൂ എന്ന് പറയുന്നത് 8.854 × 10⁻⁻12 ആണ്. 8.854 × 10⁻⁻12. അത് വെച്ച് നോക്കുമ്പോൾ 1/4πε0യുടെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻9 ആണ്. 9 × 10⁻9. അങ്ങനെ വരുമ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2 by R². ഓർത്ത് വെച്ചിരിക്കുക, 1/4πε0യുടെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻9 ആണ്. ഇനി നമ്മൾ ഇതേ ഫോഴ്സ് മറ്റൊരു മീഡിയത്തിലാണെങ്കിൽ, നമ്മൾ പറഞ്ഞു ഫ്രീ സ്പേസിലായിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുക. അപ്പോൾ ഇതൊരു മീഡിയത്തിലാണെങ്കിൽ ഇതിനെ മീഡിയം,
മറ്റൊരു മീഡിയത്തിലാണ് ഈ ചാർജസ് ഇരിക്കുന്നതെന്ന് കരുതുക. അവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4 എപ്സിലോൺ ആണ്. വേർ എപ്സിലോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം. ആ മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ എന്ന് പറയുന്നത്. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ. ഏത് മീഡിയത്തിലാണോ ഇരിക്കുന്നത് ആ മീഡിയത്തിൻ്റെ ഫ്രീ പെർമിറ്റിവിറ്റി. എയറിലായിരുന്നു ഇരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണ് ഇരുന്നതെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി അതാണ് നമ്മൾ എപ്സിലോൺ 0 എന്ന് എഴുതിയത്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം. അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട്, എല്ലാത്തിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെന്ന് മാത്രമല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിൻ്റെ വാല്യൂ പഠിച്ചു. ഇതിൻ്റെ വാല്യൂ അങ്ങനെ ഓർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ Q1 Q2 by R square എന്നാകും. F is equal to 1/4 എപ്സിലോൺ Q1 Q2 by R square. വേറെ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ആണ്. ഇവിടെ വെച്ച് നമ്മൾ പുതുതായിട്ട് ഒരു ക്വാണ്ടിറ്റി കൂടെ പഠിക്കുന്നു. ദാറ്റ് ഈസ് കാൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കും. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്സിലോൺ ആർ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന മറ്റൊരു പേര് കെ എന്ന് തന്നെ എഴുതും. നേരത്തെ പറഞ്ഞ കെ അല്ല, മറ്റൊരു ലെറ്റർ ആണ്. അപ്പോൾ എപ്സിലോൺ ആർ അല്ലെങ്കിൽ കെ ദാറ്റ് ഈസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ദാറ്റ് മീൻസ് ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി. മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ എ മീഡിയത്തിൻ്റെ കേസിൽ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിരുന്നു. ഇൻ എ മീഡിയം എഫ് ഈസ് ഈക്വൽ ടു 1/4 ഇൻ എ മീഡിയം 4 എപ്സിലോൺ Q1 Q2 by R square ആണ്. ഇൻ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ ഇൻ എയറിലോ ഫ്രീ സ്പേസിലോ ആണെങ്കിൽ എഫ് എയർ ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q1 Q2 by R square ആണ്. ഇവിടെ നമ്മൾ ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1/4 എപ്സിലോൺ Q1 Q2 by R square ഡിവൈഡഡ് ബൈ 1/4 എപ്സിലോൺ 0 Q1 Q2 by R square എന്ന് കിട്ടും. Q1 Q2 by R square Q1 Q2 by R square ക്യാൻസൽ ആവും. 4 ക്യാൻസൽ ആവും. ഇത് എപ്സിലോൺ 0 ഇത് എപ്സിലോൺ അങ്ങ് മുകളിൽ പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ. അപ്പോൾ നമുക്ക് എപ്സിലോൺ ആറിന് ഇങ്ങനെയും ഇക്വേഷൻ പറയാം. ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. ഇലക്ട്രിക് കൂളോംബിക് ഫോഴ്സ് ഇൻ എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഡിവൈഡഡ് ബൈ കൂളോംബിക് ഫോഴ്സ് ഇൻ മീഡിയം അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതാണ് എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫുൾ ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് മാത്രം കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു ടോപ്പിക്കാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കൂളോംസ് ലോ തരുന്നത്. അതിന് നമുക്ക് ഡയറക്ഷൻ കണ്ടെത്താൻ അറിയാം. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. നോക്കിയിരിക്കുക, നമ്മളൊരു ചാർജ് എടുക്കുന്നു. Q എന്ന് പറയുന്ന ഒരു ചാർജിനെ ചൂസ് ചെയ്യുന്നു എന്ന് കരുതാം. ഈ ചാർജിന് ചുറ്റുമായിട്ട് ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q1 എന്ന് പറയുന്ന ഒരു ചാർജ്. അതെന്ന് പറയുന്നത് ഒരു R1 ഡിസ്റ്റൻസിലാണെന്ന് കരുതുക. ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q2 എന്ന് പറയുന്ന ചാർജ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് R2. ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q3 എന്ന് പറയുന്ന ചാർജ്. ഇത് ഒരു R3 ഡിസ്റ്റൻസ് അകലത്തിലാണ്. ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q4. അതെന്ന് പറയുന്നത് R4 ഡിസ്റ്റൻസ് അകലത്തിലാണ്. ഈ ഇരിക്കുന്ന Q എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആണ്. ഇത് പോസിറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്, ഇത് പോസിറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്, ഇങ്ങനെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ Q1 ചാർജ് കാരണം ഈ Qവിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. നമുക്കറിയാം ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിരിക്കും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ദിസ് ഈസ് F1. ഇനി Q2 എന്ന് പറയുന്ന ചാർജ് പോസിറ്റീവാണ്, Qവും പോസിറ്റീവാണ്. അപ്പോൾ Q കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്, Q2 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് റിപ്പൾസീവ് ആണ്, ഇങ്ങോട്ടേക്ക്, ദാറ്റ് ഈസ് F2. Q3 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ Q3 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്, ഇങ്ങോട്ടേക്ക്. Q3 നെഗറ്റീവ് ആയതുകൊണ്ടല്ല, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയതുകൊണ്ട് അട്രാക്റ്റീവ്, ദെർഫോർ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് F3. ഇനി Q4 എന്ന് പറയുന്നത് പോസിറ്റീവും Q പോസിറ്റീവ് ആണ്, അപ്പോൾ റിപ്പൾസീവ് ആയിരിക്കും, ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും, F4. അപ്പോൾ Q എന്ന് പറയുന്ന ഈ ഒരു ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് F1, F2, F3 ആൻഡ് F4 ആണ്. അങ്ങനെയാണെങ്കിൽ
ടോട്ടൽ ഫോഴ്സ് ഓൺ ക്യൂ എന്ന് പറയുന്നത്, ക്യൂവിനകത്ത് അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്, ഈ ഫോഴ്സസിൻ്റെ വെക്റ്റർ സം ആയിരിക്കും. ദാറ്റ് ഈസ് F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4. വെറുതെ കൂട്ടിയാൽ പോരാ, അവയുടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വെക്റ്റർ സം കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആ പോയിന്റിലെ ഇൻഡിവിജ്വൽ ചാർജസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സസ് നോക്കുക, ആ ഫോഴ്സസിൻ്റെ വെക്റ്റർ സം എടുക്കുക. ഓരോ ചാർജസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ വെക്റ്റർ സം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ടോട്ടൽ ഫോഴ്സ് കിട്ടുക. ഈ കോൺസെപ്റ്റ് എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കുക. വെക്റ്റർ സം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡയറക്ഷനും കൂടെ നോക്കി വേണം നമ്മൾ ഫോഴ്സ് സം ചെയ്തെടുക്കാനായിട്ട്, ആഡ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ വിശാലമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും, പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ റീജിയൻ ഓർ എ സ്പേസ് അറൗണ്ട് എ ചാർജ് വേർ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്. നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മളൊരു ചാർജ് കൂടെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആ ചാർജിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ടായിരിക്കും. ആ റീജിയനെ നമ്മൾ ഇന്ന് വിളിക്കുന്നു ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നു. ഇനി ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. ജനറൽ ആയിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നൊന്നും പറയാറുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് എന്നും പറയാറുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E is equal to F/Q ആണ്. ദാറ്റ് ഈസ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ്. അതായത് ഒരു ചാർജ് നമ്മൾ എടുക്കുന്നു എന്ന് കരുതുക, Q എന്ന് പറയുന്നൊരു ചാർജ്. ഈ ചാർജിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസ് അകലത്ത് ഞാനൊരു പോയിന്റ് ചൂസ് ചെയ്യാണ്, P എന്ന് പറയുന്ന പോയിന്റ്. അങ്ങനെയാണ് എങ്കിൽ ഈ P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുക. ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കാം. സപ്പോസ് ഞാൻ ഈ പോയിന്റിലേക്ക് Q എന്ന് പറയുന്ന ഒരു ചാർജിനെയാണ് പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് F ആണെങ്കിൽ ആ ഫോഴ്സ് ഡിവൈഡഡ് ബൈ നമ്മൾ ഈ ടെസ്റ്റ് ചാർജ്, അതായിരിക്കും എന്ത്? ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ്. യൂണിറ്റ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, ന്യൂട്ടൺ പെർ കൂളോം ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു യൂണിറ്റ് ഉണ്ട്, വോൾട്ട് മീറ്റർ എന്ന് പറയും. ആ വോൾട്ട് മീറ്റർ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ഒന്നുകിൽ എന്താണ്? ന്യൂട്ടൺ പെർ കൂളോം, അല്ലാന്നുണ്ടെങ്കിൽ വോൾട്ട് മീറ്റർ അല്ല, വോൾട്ട് പെർ മീറ്റർ. വോൾട്ട് പെർ മീറ്റർ, ന്യൂട്ടൺ പെർ കൂളോം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ. ഈ വോൾട്ട് പെർ മീറ്റർ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മുടെ അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ, അതായത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, +2ൻ്റെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ അടുത്ത ഭാഗം പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. തൽക്കാലം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ദെൻ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അവിടെ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ, സോഴ്സ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് എങ്കിൽ, സോഴ്സ് ചാർജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ്, ഇതിനെയാണ് സോഴ്സ് ചാർജ് എന്ന് വിളിക്കുക. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ്, അതിൻ്റെ ഫലമായിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ചാർജാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെസ്റ്റ് ചാർജ് എന്നും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഴ്സ് ചാർജ് എന്നുമാണ്. അപ്പോൾ ആ സോഴ്സ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക, സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. സോഴ്സ് ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും. സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. സോഴ്സ് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ടുവേഴ്സ് ദ ചാർജ് ആയിരിക്കും. അതായത് നമ്മുടെ ചാർജ് പോസിറ്റീവ്, അതായത് ഈ ചാർജ് പോസിറ്റീവ് ആണ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. ഈ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. ഇനി ഒരു സിംഗിൾ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E is equal to 1/4πε0 Q/r² ആണ് ഓർത്ത് വെച്ചിരിക്കുക.
അതായത് ഒരു സിംഗിൾ ചാർജ് Q എന്ന് പറയുന്ന ഒരു ചാർജ്, ഈ ചാർജിൽ നിന്നൊരു r ഡിസ്റ്റൻസ് അകലത്തിലൊരു പോയിന്റ് ആണ് P എന്ന് കരുതുക. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ ആണ് എത്ര എന്ന് പറയുന്നത് 1/4πε0Q/r². ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവേ ഫ്രം ദ ചാർജ് ആയിരിക്കും, ഇവിടെ വെച്ചിരിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ടുവേഴ്സ് ദ ചാർജ് ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുന്നു, P എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q1, ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q2, ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q3. ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും എവേ ഫ്രം ദ ചാർജ് E1. ഈ പോസിറ്റീവ് കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും എവേ ഫ്രം ദ ചാർജ് E2. ഓക്കെ, നെഗറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ടുവേഴ്സ് ദ ചാർജ് E3. അങ്ങനെയാണെങ്കിൽ ഇവയുടെ മൂന്നിൻ്റെയും കൂടെ വെക്റ്റർ സം ആയിരിക്കും ഈ പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫോഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അവിടെ ഇൻഡിവിജ്വൽ ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡുകളുടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, വെക്റ്റർ സം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഒരു സിംഗിൾ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇത് വന്നത് എങ്ങനെയാണെന്നോ ഡെറിവേഷൻ ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല, നമ്മളതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ E = 1/4πε0Q/r² ഓർത്ത് വെച്ചിരിക്കുക. അപ്പോഴും ഓർക്കുക 1/4πε0 നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രീ സ്പേസിലായതുകൊണ്ടാണ്. ഇന്നെ മീഡിയം ആണെങ്കിൽ ഇവിടെ ε0ക്ക് പകരം ആ എപ്സിലോൺ എന്ന് വരും. അതായത് ഈ ഇക്വേഷൻ എങ്ങനെ മാറും, 1/4πε0Q/r² എന്നാകും. ഇനി എപ്സിലോൺ r ആണ് നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നെങ്കിൽ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ε0 ആണ് എപ്സിലോൺ r. അതിൽ നിന്ന് നമുക്ക് എപ്സിലോൺ = ε0 × εr എന്ന് വരും. അപ്പോൾ ദാ ഈ എപ്സിലോണിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ε0 × εr എന്ന് കൊടുക്കാം. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചിരിക്കുക, ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തൊന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ദ ഇമാജിനറി ലൈൻസ് നോട്ട് ടു റെപ്രസെൻ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈനുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുക. ഒരു ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ കറക്റ്റായിട്ട് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് കാരണം അത് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അത് പോകുന്ന പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓർക്കുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ആണ്. അപ്പോൾ ദ ഇമാജിനറി ലൈൻസ് ഡ്രോൺ ടു റെപ്രസെന്റ് ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാത്ത് അലോങ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വുഡ് മൂവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. ഫ്രീ ആയിട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യാൻ അനുവദിച്ചാൽ അത് പോകുന്ന പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം, അറിഞ്ഞു തന്നെ എക്സാമിന് പോകണം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നമുക്കറിയാം. ദേ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. അത് പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും നെഗറ്റീവ് ചാർജിലേക്ക് വന്ന് എൻഡ് ചെയ്യുകയും ചെയ്യും. പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവ് ചാർജിലേക്ക് വന്ന് എന്ത് ചെയ്യും. ഇനി പോസിറ്റീവ് ചാർജ് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റിയിൽ പോയി എന്ത് ചെയ്യും. രണ്ടാമത്തെ പ്രോപ്പർട്ടി അല്ല, ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ പഠിച്ചോളാം. ഇനി മറിച്ച് നെഗറ്റീവ് ചാർജ് ആണ് എങ്കിൽ അത് ഇൻഫിനിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും നെഗറ്റീവ് ചാർജിൽ വന്ന് ചേരുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കും നെഗറ്റീവ് ചാർജിലേക്ക് വന്നു ചേരുകയായിരിക്കും ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി ഓർത്ത് വെച്ചിരിക്കുക. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അത് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവേ ഫ്രം ദ ചാർജ്, പുറത്തേക്കായിരിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ടുവേഴ്സ് ദ ചാർജ്, ചാർജിലേക്ക് വന്നു ചേരും. അത് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി, they starts from positive charge and ends at negative charge for an isolated single charge. Isolated single charge എന്ന് പറഞ്ഞാൽ മറ്റ് ചാർജസിൽ നിന്ന് ഡിസ്റ്റർബൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ they starts or ends at infinity. ഒന്നുകിൽ അത് ഇൻഫിനിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റിയിൽ എൻഡ് ചെയ്യും. ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are continuous. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു സ്ഥലത്ത് എന്താ ഇങ്ങനെ ബ്രേക്ക് ഉണ്ടാവില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും.
They are continuous without any break. മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ്, ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളും ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ പറയുന്നത് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിലേക്ക് വരും, മാഗ്നറ്റിനകത്ത് ഇത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകും, മാഗ്നറ്റിനകത്ത്. അപ്പോൾ നമ്മളിവിടെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിൽ ചെല്ലുന്നു, ദെൻ സൗത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് വരുന്നു, നോർത്തിലേക്ക് വരുന്നു. ദാറ്റ് മീൻസ് ഇത് ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്തല്ല, ക്ലോസ്ഡ് അല്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുമായിട്ടുള്ള വലിയ വ്യത്യാസമാണത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് ലൂപ്പ് അല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തായിരുന്നു, ക്ലോസ്ഡ് ലൂപ്പ് ആയിരുന്നു. ഇനി അടുത്ത പ്രത്യേകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിക്കാം. സപ്പോസ് ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ടാൻജൻറ്റ് വരച്ചാൽ ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇവിടെ നമ്മൾ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ ടാൻജൻറ്റ് ഡ്രോൺ ടു ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറ്റ് എ പോയിന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് വരയ്ക്കുന്ന ടാൻജൻറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും. അടുത്ത പ്രോപ്പർട്ടി, നെക്സ്റ്റ് പ്രോപ്പർട്ടി, രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്, ഇതും ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്, രണ്ടും കൂടെ എന്ത് ചെയ്തു കരുതുക, കൂട്ടിമുട്ടി എന്ന് കരുതുക. അപ്പോൾ ഈ കൂട്ടിമുട്ടിയ പോയിന്റിൽ ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചാൽ ഈ ഒരു ടാൻജൻറ്റിന് ഇങ്ങനൊരു ഡയറക്ഷൻ, ഈ ടാൻജൻറ്റിന് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ, അതായത് ഇലക്ട്രിക് ഫീൽഡിന് ഒരു പോയിന്റിൽ എത്ര ഡയറക്ഷൻ വരുന്നു, രണ്ട് ഡയറക്ഷൻ വരുന്നു, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു പോയിന്റിൽ ഒരു ഡയറക്ഷനെ പറ്റത്തുള്ളൂ. അടുത്ത പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രൗഡഡ് ആണെങ്കിൽ, ഇഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ക്രൗഡഡ് ദെൻ ദി ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് വിൽ ബി മാക്സിമം. ഒരു പർട്ടിക്കുലർ റീജിയൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വളരെ ക്രൗഡഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അല്ല എങ്കിൽ കുറവായിരിക്കും. ആൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടി, നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുത്താൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ സെയിം ആയിരിക്കും, സെയിം ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരേ ഡയറക്ഷനും ഒരേ മാഗ്നിറ്റ്യൂഡുള്ള യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൊരു റീജിയൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്തായിരിക്കും, പാരലൽ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ്. ഇതെല്ലാം പഠിച്ചിട്ട് പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, ഈസി മീഡിയം ഹാർഡസ്റ്റ് എന്നുള്ള രീതിയിൽ ഈസി ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനകത്ത് വരാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് നമ്മൾ പറഞ്ഞതൊക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, ഇലക്ട്രിക് ഡൈപോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ഒന്ന് പ്ലസ് ക്യൂ ഒന്ന് മൈനസ് ക്യൂ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലസ് ക്യൂ ചാർജ് ഒരു മൈനസ് ക്യൂ ചാർജും 2a എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സ്ട്രെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇമ്പോർട്ടൻറ്റ് വൺ, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എനി വൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദി ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ്. ഈ ചാർജസിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻ ടു ആ ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായിരിക്കും എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മാൾ ഡിസ്റ്റൻസ്. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസിനെ ചെറിയൊരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരുന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P = എന്താണ്, 2AQ ആണ്. ഇനി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ഓർത്തു വയ്ക്കാൻ എളുപ്പം. യൂണിറ്റ് എന്ന് പറയുന്നത് 2a എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, ചാർജ് Q, അങ്ങനെയാണെങ്കിൽ കൂളോം മീറ്റർ. ആൻഡ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം -Q to +Q. -Q ചാർജിൽ നിന്ന് +Q ചാർജിലേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം -Q to +Q.
ഇനി ഈ ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ നോക്കുമ്പോൾ രണ്ട് കേസാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും അതുപോലെ ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും. ഇക്വിറ്റോറിയൽ ലൈൻ ബാക്കിയും ഉണ്ട്, ബാക്കി സിറ്റുവേഷൻസിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് പഠിക്കേണ്ടത് രണ്ട് കേസസ് ആണ്. ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും അതുപോലെ ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും. എന്താണ് ആക്സിയൽ ലൈൻ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇതൊരു ചാർജ് -q ആണ്, ഇത് ചാർജ് +q ആണ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. അപ്പോൾ ഇത് ഞാൻ സെൻറ്റർ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് a, ഇത് സെൻറ്റർ O. അപ്പോൾ ഇതിൻ്റെ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിനെ ഞാൻ ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എലോങ്ങേറ്റ് ചെയ്യാം, ഇങ്ങോട്ടേക്ക് എലോങ്ങേറ്റ് ചെയ്യാം. ഈ ആക്സിസിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, സപ്പോസ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വേണം. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലത്തിലാണ് എങ്കിൽ, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലത്തിലാണ് എങ്കിൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 2pr divided by r² minus a² the whole square ആയിരിക്കും. r² minus a² the whole square എന്നായിരിക്കും. ഇനി ഇതിനെ നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ, ഇൻ വെക്റ്റർ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E is equal to 1/4πε0 2pr divided by r² minus a² the whole square into p cap ആയിരിക്കും. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ നമുക്കറിയാം, -q നിന്ന് +q ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും, ഇങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും. വാല്യൂ മാറും, ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അല്ല ഇപ്പോൾ ഏതിൻ്റെ ഡയറക്ഷനിലായിരിക്കും, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓൺ ഇറ്റ്സ് ആക്സിയൽ ലൈൻ. ഇക്വേഷൻ 1/4πε0 2pr divided by r² minus a² the whole square. ദെൻ ഇക്വിറ്റോറിയൽ ലൈനിലേക്ക് വരുന്നു. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഡൈപോൾ ഇതാണെന്ന് കരുതുക, -q ചാർജ്, ഇത് +q ചാർജ് ആണ്, ഇത് സെൻറ്റർ, ഇത് a ഡിസ്റ്റൻസ്, ഇത് a ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇതാണ് ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. സെൻറ്ററിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു ലൈൻ. ഈ ലൈനിലെ ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് ഒരേ ഇക്വേഷനേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യുന്നു, ഈ ഡിസ്റ്റൻസ് r ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E എന്ന് പറയുന്നത് 1/4πε0 p divided by r² plus a² the whole raised to 3/2 ആയിരിക്കും. r² plus a² the whole raised to 3/2. വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ E is equal to 1/4πε0 p divided by r² plus a² the whole raised to 3/2 into minus p cap ആയിരിക്കും. ദാറ്റ് മീൻസ് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്, ഡൈപോൾ മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് ഇവിടെ നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, p cap from -q to +q. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് -q ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും +q ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും കൂടെ സം എടുക്കുമ്പോൾ, വെക്റ്റർ സം എടുക്കുമ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ പഠിക്കേണ്ട പോയിന്റ് ഇത് രണ്ടുമാണ്. ഒന്ന് ഇക്വിറ്റോറിയൽ ലൈനിലതും ഒന്ന് ആക്സിയൽ ലൈനിലതും. ആക്സിയൽ ലൈനിലെ ഇക്വേഷൻ 1/4πε0 2pr divided by r² minus a² the whole square. അതുപോലെ ഇക്വിറ്റോറിയൽ ലൈനിൽ 1/4πε0 p divided by r² plus a² the whole raised to 3/2. ഇനി സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യൻ തരികയാണ്, ഇഫ് r ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ a, r എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് a² നെഗ്ലക്ട് ചെയ്യാം. a² നെഗ്ലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ E is equal to 1/4πε0 2p/r³ എന്ന് കിട്ടും. അതേ സിറ്റുവേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇഫ് r ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ a ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 p/r³ എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് ആക്സിയൽ, ഇതെന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ. ഇവിടെ നമുക്ക് മനസ്സിലാവും ഈ ആക്സിയലിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ നേരെ ഡബിൾ ആണ്. അതൊരു സിറ്റുവേഷനിലാണ് ഈ r ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ a. ദാറ്റ് മീൻസ് ഫോർ എ സ്മാൾ ഡൈപോൾ, ചെറിയൊരു ഡൈപോളിന്റെ കേസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം.
പക്ഷെ നമുക്ക് മെജോറിറ്റി ഓഫ് കേസിലും പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ വേണ്ടി വരുന്ന ഇക്വേഷൻ ഏതായിരിക്കും? ഈ രണ്ട് ഇക്വേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഡൈപോളുകൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സിംഗിൾ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി അഥവാ ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി പറഞ്ഞിരുന്നത് എന്താണ്? 1/4πε0 Q/r². ഇപ്പോൾ നമ്മളിതാ ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസ്, ഒന്ന് ആക്സിയൽ ലൈനിലതും ഒന്ന് ഇക്വിറ്റോറിയൽ ലൈനിലതും. ഇനി നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ ഒരു എക്സ്റ്റേണൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം കൂടാണ് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, ഡൈപോളിനെ നമ്മൾ എവിടെ വയ്ക്കുന്നു? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്യുന്ന കരുതുക. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ E = F/Q ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും F = Q × E ആണ്. F = Q × E. അതായത് Q ചാർജിനെ നമ്മുടെ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, Q ചാർജിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F = Q × E ആയിരിക്കും. ഓർക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെക്കുന്നത് പോസിറ്റീവ് ചാർജിനെയാണ് എങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ചാർജ് നെഗറ്റീവ് ആണ് എങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക. അതായത് Q ചാർജിനെ ഈ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് F = Q × E ആണ്. നമ്മൾ പ്ലേസ് ചെയ്യുന്ന ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ. നമ്മൾ പ്ലേസ് ചെയ്യുന്ന ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ എടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് പാരലൽ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അവിടെ നമ്മൾ ഇലക്ട്രിക് ഡൈപോളിനെ വെക്കുകയാണ് വിച്ച് ഈസ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡുമായിട്ട് നമ്മുടെ ഡൈപോൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്ന് കരുതാം. ഈ ചാർജ് എന്ന് പറയുന്നത് +Q ചാർജ് ആണ്. ഈ ചാർജ് എന്ന് പറയുന്നത് -Q ചാർജ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്. അങ്ങനെയാണ് എങ്കിൽ ഈ +Q ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഫോഴ്സ് അനുഭവപ്പെടും. +Q ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഫോഴ്സ് അനുഭവപ്പെടും. F = QE. ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ദാറ്റ് ഈസ് F = QE. ഈ രണ്ട് ഫോഴ്സസും എന്താണ്? ഈക്വൽ ആണ്, അതുപോലെ ഓപ്പോസിറ്റ് ആണ്. ദെയർഫോർ ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഫോഴ്സ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ദ നെറ്റ് ഫോഴ്സ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ എന്ന് ചോദിച്ചാൽ 0 ആണ്. പക്ഷേ ഈ രണ്ട് ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിലും കൊളീനിയർ അല്ല. ദാറ്റ് മീൻസ് ഒരേ ലൈനിലല്ല ആക്ട് ചെയ്യപ്പെടുന്നത്, രണ്ട് ഡിഫറെൻറ്റ് ലൈൻസിലാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഫോഴ്സ് ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദ ടോർക്കിൻ്റെ ഇക്വേഷനാണ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE sin theta, അല്ലെങ്കിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു P cross E. PE sin theta അല്ലെങ്കിൽ P cross E. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ടോർക്ക്. ഇനി ഇതിൻ്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയവും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. സ്റ്റേബിൾ ഇക്വിലിബ്രിയവും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, അതായത് ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണെന്ന് കരുതുക. തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. നമ്മുടെ ഡൈപോൾ ഇരിക്കുന്നത് ഇങ്ങനെയാണെന്ന് കരുതുക. ഇത് -Q ചാർജ്, ഇത് +Q ചാർജ്, ഇത് 2a ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഡൈപോൾ മൊമെൻറ്റും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇവിടെ ആംഗിൾ തീറ്റ 0 ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് QE, ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് QE, രണ്ടും കൂടെ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. ദാറ്റ് ഈസ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു 0. അതായത് ടോർക്ക് ടോ PE sin 0 വരും. sin 0 0 ആണ്. ദെർഫോർ ടോർക്ക് ഈസ് ഈക്വൽ ടു 0. ഈ സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി മറിച്ച് ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് കരുതുക. തീറ്റയുടെ വാല്യൂ എത്ര ആണെന്ന് കരുതുക? 180 ആണെന്ന് കരുതുക. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഞാൻ ചാർജിനെ വെക്കുന്നു. ഇത് +Q ചാർജ്, ഇത് -Q ചാർജ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ ഇങ്ങോട്ടേക്കാണ്. ഇതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ടേക്ക്, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്ക്, തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ തീറ്റ എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഈ സിറ്റുവേഷനിൽ നമ്മൾ ടോർക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ PE sin 180 എന്ന് കിട്ടും. sin 180 0 ആണ്. അപ്പോഴും ടോർക്ക് നമുക്ക് എത്ര എന്ന് തന്നെ കിട്ടും? 0 എന്ന് തന്നെ കിട്ടും. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. ഇപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലാണെന്ന്. തീറ്റ 180 ഡിഗ്രി ആകുമ്പോഴാണ് എന്തുണ്ടാവുക? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കിട്ടുക. എന്തുകൊണ്ട് അൺസ്റ്റേബിൾ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക.
അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ചാർജ് ഇത് -q ഇത് +q, ഇത് -q ചാർജ് ഇത് +q ചാർജ്. ഇതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് ചരിക്കുന്നു എന്ന് കരുതുക, ഇങ്ങനെ ആക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇത് +q ചാർജ് ആണ്, ഇത് -q ചാർജ് ആണ്. നമുക്കറിയാം ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും, ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഡൈപോൾ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു, വീണ്ടും ഇങ്ങോട്ടേക്കും ഫോഴ്സ് ആണ് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരും. വീണ്ടും ചരിയുന്നു, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നു. ദാറ്റ് മീൻസ് എപ്പോഴും ഈ ഒരു സ്റ്റേജിലേക്ക് അത് എന്ത് ചെയ്യും, തിരിച്ചു വരും. അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാനുള്ള കാരണം നമ്മൾ വെച്ചിരിക്കുന്ന ചാർജ് തിരിച്ചായിരുന്നു. എങ്ങനെ? അതായത് ഇത് +q ചാർജ്, ഇത് -q ചാർജ്. ഓക്കെ ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ്. ഇനി നമ്മൾ ഇതിനെ ചെറുതായിട്ട് ചരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആകുന്നു. ഇത് -q ആണ്, ഇത് +q ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും QE, ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും QE. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഡൈപോൾ ഇങ്ങനെ ചരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരില്ല, വീണ്ടും ഇതിങ്ങനെ കറങ്ങിയായിരിക്കും ഇങ്ങനെ ആയിരിക്കും ആവുക. അതായത് ഇങ്ങനെ ഇരുന്ന ഡൈപോൾ ചരിഞ്ഞ് ഇങ്ങനെ വന്നു, അപ്പോൾ നേരത്തെ പോലെ ഇത് തിരിച്ച് താഴേക്ക് വരില്ല, വീണ്ടും ഇങ്ങനെ കറങ്ങി വരും. കാരണം ഫോഴ്സ് ഇങ്ങോട്ടേക്കുമാണ്. അപ്പോൾ കറങ്ങിയാണ് വരുന്നത്, നേരത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ടാണ് അതിനെ എന്ന് വിളിക്കുക അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തതാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് നോർമലായിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മളെന്ന് വിളിക്കുക ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ശ്രദ്ധിച്ച് കഴിയുക. അപ്പോൾ നമ്മളൊരു സർഫസ് എടുക്കുന്നു, ഇതാണ് നമ്മുടെ സർഫസ് എന്ന് കരുതാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് എങ്കിൽ ഇതാണ് നമ്മുടെ സർഫസ്, അതിൻ്റെ ഏരിയ ഞാൻ എ എന്ന് എടുക്കുന്നു. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇവിടെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാസ് ചെയ്ത് പോകുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് E × A ആയിരിക്കും. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു E × A. ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്താൽ മതി, ഏരിയ ചെയ്താൽ മതി. പക്ഷെ എല്ലാ സിറ്റുവേഷനിലും ഇങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവിടെ മറ്റൊരു കേസ് ഞാൻ എടുക്കുന്നു. നമ്മുടെ സർഫസ് ഇരിക്കുന്നത് ഇങ്ങനെയാണെന്ന്, ഇതാണ് A ഏരിയ ഉള്ള സർഫസ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നത് ഇങ്ങനെയാണെന്ന് കരുതാം. ഇവിടെ നമുക്ക് മനസ്സിലാകും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല പാസ് ചെയ്ത് പോകുന്നത്. ഞാൻ കുറച്ചുകൂടി ശരിക്കാം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പാസ് ചെയ്ത് പോകുന്നത് സർഫസിന് എങ്ങനെയല്ല, പെർപെൻഡിക്കുലർ ആയിട്ടല്ല. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് E × A ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇവിടുത്തെ ഏരിയ വെക്ടറിനെ കണ്ടുപിടിക്കണം. എന്താണ് ഏരിയ വെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സർഫസിന് വരയ്ക്കുന്ന, നമ്മൾ ഏത് ഏരിയ ആണോ കൺസിഡർ ചെയ്യുന്നത് ആ സർഫസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സർഫസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. അപ്പം ഞാൻ ഇവിടെ സർഫസിന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇതാണ് ഏരിയ വെക്റ്റർ. ഈ ഏരിയ വെക്റ്ററും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്ന് കരുതുക. ഈ ഏരിയ വെക്റ്ററും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു EA cos θ ആയിരിക്കും. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. ഇവിടുത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഏരിയ വെക്ടർ വരച്ചാൽ ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്കാണ്, തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അങ്ങനെ വരുമ്പം EA cos 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, EA തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ EA എന്ന് കിട്ടിയത്. ഇവിടെ ഓർക്കേണ്ട കാര്യം, നമുക്ക് വേണ്ടുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. ചിലപ്പോൾ ക്വസ്റ്റിനെ തരുക നമ്മുടെ സർഫസുമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും. സർഫസുമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിപ്പോൾ x എന്നാണ് തരുന്നതെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 90 - x ആണ്. അപ്പോൾ ക്വസ്റ്റിനെ ശ്രദ്ധിക്കുക, ക്വസ്റ്റിനെ തന്നിരിക്കുന്നത് ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ ആണെന്ന്. രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് തീറ്റ എന്ന് എടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റിനെ തരിക സർഫസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും, അതായത് സർഫസിൻ്റെ പെർപെൻഡിക്കുലറും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് എടുക്കാം. സർഫസിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് ചൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇനി തിരിച്ച് ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ എങ്ങനെ, സർഫസിനും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തന്നിരിക്കുന്നതെങ്കിൽ ഒരിക്കലും അതിനെ നമുക്ക് തീറ്റയായിട്ട് എടുത്തുകൊണ്ട് ഫ്ലെക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇത് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായി നോക്കണം. ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തന്നിരിക്കുന്ന ആംഗിൾ ഏതാണെന്ന്. നമുക്ക് വേണ്ടുന്ന ആംഗിൾ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. അല്ല എങ്കിൽ നമുക്ക് പറയാം സർഫസിൻ്റെ പെർപെൻഡിക്കുലറും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫ്ലെക്സ് φ ഈസ് ഈക്വൽ ടു EA cos θ. ഇനി ഒരു ചെറിയ ഏരിയ സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി പഠിക്കാം. എങ്ങനെയാണ്? ചെറിയൊരു സർഫസിൻ്റെ ഫ്ലെക്സ് എന്ന് പറയുന്നത്
ഡി എസ് കോസ് തീറ്റ ആണ്. ഡി എസ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ സർഫസിൻ്റെ ഏരിയ. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ന് എഴുതാം ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ഇവിടെയും എഴുതാം ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ. അതായത് ഒരു റെഗുലർ സർഫസ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു റെഗുലർ സർഫസ് ആണെങ്കിൽ നമുക്ക് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ എന്ന് എടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇറഗുലർ സർഫസ് ആണ്, ഒരു റെഗുലർ സർഫസ് അല്ല, സർഫസ് ഏരിയ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ ചെറിയ ചെറിയ സർഫസ് ആക്കി മാറ്റണം. അവിടെ ഇക്വേഷൻ ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആയിരിക്കും. ഇതും കൂടെ ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഫ്ലക്സ് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഗോസസ് തിയറവും അതിൻ്റെ ആപ്ലിക്കേഷൻസും ആണ് നെക്സ്റ്റ് പറയാനായിട്ടുള്ളത്. അതും കൂടെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ബേസിലുള്ള ഗോസസ് തിയറത്തെക്കുറിച്ച് നോക്കാം. നെക്സ്റ്റ് നോക്കുന്നത് ഗോസസ് തിയറം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്. എക്സാമിന് പ്രോബ്ലങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ടോപ്പിക്. അതായത് എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാനുള്ള ഭാഗമാണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗോസസ് തിയറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു ക്ലോസ്ഡ് സർഫസ്, ഏത് ഷേപ്പോ ആയിക്കോട്ടെ പ്രശ്നമില്ല, നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് എടുക്കുന്നു എന്ന് കരുതാം. ഈ ക്ലോസ്ഡ് സർഫസിനകത്ത് കുറേ ചാർജസ് ഉണ്ട്. Q1 എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ട്, Q2 എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ട്, Q3 എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോസ്ഡ് സർഫസിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു സിഗ്മ ക്യൂ ആയിരിക്കും. 1/ε0 ഇൻറ്റു സിഗ്മ ക്യൂ. The total electric flux over a closed surface is equal to 1/ε0 sigma q. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു സർഫസ് ഞാൻ എടുക്കുന്നു. ഈ സർഫസിനകത്ത് ഒരു +2 മൈക്രോ കൂളോം ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ +2 കൂളോം ചാർജ് ഉണ്ട്, ഒരു -5 കൂളോം ചാർജ് ഉണ്ട്, +4 കൂളോം ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഈ സർഫസിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു 2 + -5 + 4, 2 + 4 6, 6 - 5 1, ദാറ്റ് ഈസ് 1 ആയിരിക്കും. ഇതായിരിക്കും ആൻസർ. ഇനി നമ്മൾ എടുക്കുന്ന ഒരു സർഫസ് ഇതാണ്. ഇവിടെ ഒരു +5 കൂളോം ചാർജ് ഉണ്ട്, ഇവിടെ ഒരു -7 കൂളോം ചാർജ് ഉണ്ട്, ഇവിടെ ഒരു +2 കൂളോം ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, സർഫസിനകത്ത് വരുന്ന ചാർജസിനെ മാത്രം കൺസിഡർ ചെയ്യുക, ഇതിനെ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ 5 + -7 ദാറ്റ് ഈസ് -2 ആണ്. അപ്പോൾ -2 ഇൻറ്റു 1/ε0. കാരണം ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ആണ്. ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്നത് എപ്പോഴും വെക്റ്റർ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ട് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. അപ്പോൾ ഇതാണ്. ഇനി കുറച്ചധികം കാര്യങ്ങൾ ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്യുന്നു എന്ന് കരുതുക. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന 1-2 കേസസ് ആണ്. നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്യുന്നു എന്ന് കരുതാം. ഇതൊരു ക്യൂബാണെന്ന് കരുതാം. ഈ ക്യൂബിൻ്റെ സെൻറ്ററിലായിട്ടൊരു ചാർജ് ഇരിപ്പുണ്ടെന്ന് കരുതാം. Q എന്ന് പറയുന്നൊരു ചാർജ്, അതായത് ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ് ഇരിപ്പുണ്ടെങ്കിൽ ഈ ക്യൂബിനകത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 Q ആണ്, നമ്മളിപ്പോൾ പഠിച്ചതുപോലെ. ഇനി വൺ ഫേസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ, അതായത് ഇതിൻ്റെ ഒരു സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ഫൈ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഈ ക്യൂബിൻ്റെ മൊത്തത്തിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് 1/ε0 ഇൻറ്റു Q. അങ്ങനെയുള്ള 6 സർഫസുകളാണുള്ളത്, 6 ഫേസസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിലൂടെ ഉള്ളതെന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു Q/6 ആയിരിക്കും. 1/ε0 ഇൻറ്റു Q/6 ഓർത്ത് വെച്ചിരിക്കുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ വേണ്ടി വരും. അപ്പോൾ നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്യുന്നു. ആ ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ് ഇരിപ്പുണ്ട് എങ്കിൽ, Q ചാർജ് ഇരിപ്പുണ്ടെങ്കിൽ ആ ക്യൂബിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 Q ആണ്. ഒരു സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 Q/6 ആയിരിക്കും. ഇനി മറ്റൊരു കേസ്, ഇതേ ക്യൂബിൻ്റെ തന്നെ ഒരു കോർണറിൽ ഒരു ചാർജിനെ വെക്കുന്നു എന്ന് കരുതാം. ഇതേ കണക്കൊരു ക്യൂബ് നമ്മൾ എടുക്കുന്നു. ഈ ക്യൂബിൻ്റെ എവിടെ ചാർജിനെ വെക്കുന്നു എന്ന് കരുതാം, ഈ കോർണറിലായിട്ട് നമ്മൾ Q ചാർജിനെ വെക്കുന്നു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു Q/8 ആയിരിക്കും. 1/ε0 ഇൻറ്റു Q/8 ആയിരിക്കും. കാരണം ഈ ചാർജിൻ്റെ 1/8 പോർഷൻ മാത്രമേ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, ഇലക്ട്രിക് ഫ്ലക്സിന് കാരണമാകത്തുള്ളൂ. ഇനി ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫേസിൻ്റെ നടുക്കാണെന്ന് കരുതുക. ഇവിടാണ് ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിരുന്നത് എവിടെ ആയിരുന്നു? കോർണറിലാണ് എങ്കിൽ ഇനി സെൻറ്റർ ഓഫ് ഫേസ് ഏതെങ്കിലും ഒരു ഫേസിൻ്റെ സെൻറ്ററിലാണ് ഇരിക്കുന്നതെങ്കിൽ ഫൈഡ് ഇക്വേഷൻ 1/ε0 Q/2 ആയിരിക്കും. 1/ε0 Q/2 ആയിരിക്കും. ഇനി മറിച്ച് ഏതെങ്കിലും ഒരു സെൻറ്റർ ഓഫ് ആൻ എഡ്ജിൻ്റെ സെൻറ്ററിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരു എഡ്ജിൻ്റെ സെൻറ്ററിൽ, അതായത് ഇവിടെയാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നതെങ്കിൽ ആ സർഫസ്
മൊത്തം ക്യൂബിൻ്റെ സർഫസിലെ കാര്യമാണ് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ ബൈ 4 ആയിരിക്കും. 1/ε0 ക്യൂ ബൈ 4 ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാരണം പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഹായിക്കും. അപ്പോൾ ഗോസസ് തിയറം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഗോസസ് തിയറമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കുറച്ച് ഇക്വേഷൻസ് ആണ്. അതായത് നമ്മൾ ഈ പഠിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇക്വേഷൻസ്. അതായത് നമ്മളൊരു യൂണിഫോംലി ചാർജ്ഡ് അല്ലെങ്കിൽ പോട്ടെ നമ്മളൊരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ളൊരു ചാർജ്ഡ് വയർ എടുക്കുന്നു എന്ന് കരുതാം. ഇൻഫൈനൈറ്റ്ലി ലോങ്ഡ് ചാർജ്ഡ് വയർ. അതായത് ഇങ്ങനൊരു വയർ എടുക്കുകയാണ്. ഈ വയറിനകത്ത് ചാർജ് പോസിറ്റീവോ നെഗറ്റീവ് എന്തോ ആയിക്കോട്ടെ, പോസിറ്റീവ് നെഗറ്റീവ് തീരുമാനിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഈ ചാർജിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2πε0 λ/r ആയിരിക്കും. വേർ ലാംഡ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് ബൈ ലെങ്ത്, ദാറ്റ് ഈസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലാംഡ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ, ദറ്റ് ഈസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഓർത്ത് വെച്ചിരിക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ, ഇൻഫൈനൈറ്റ്ലി ലാർജ് ആയിട്ടുള്ളൊരു പ്ലെയിൻ ഷീറ്റാണ് എടുക്കുന്നത്. ഇതിനകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവാം, നെഗറ്റീവ്ലി ചാർജ്ഡ് ആവാം, ഡയറക്ഷൻ മാറുമെന്ന് മാത്രം. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ എവേ ആവും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ടുവേഴ്സ് ചാർജ് ആവും. ഇവിടുത്തെ കേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് σ/2ε0 ആയിരിക്കും. വേറെ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ബൈ ഏരിയ, ദറ്റ് ഈസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ, സർഫസ് ചാർജ് ഡെൻസിറ്റി. അടുത്തത് ഒരു സ്പെറിക്കൽ ഷെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കരുതുക. അതായത് ഒരു ഷെല്ല് എടുക്കുന്നു. ഈ ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ് ആൻഡ് ഈസ് ചാർജ്ഡ് ബൈ ക്യൂ എമൗണ്ട്. ക്യൂ ചാർജ് കൊണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 കേസാണുള്ളത്. ഒന്ന് ഔട്ട്സൈഡ് ദ ഷെല്ലിന് പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അതായത് ഇവിടുന്ന് ഒരു r ഡിസ്റ്റൻസ് അകലത്തിൽ ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നു. ഔട്ട്സൈഡ് ദ ഷെല്ലിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ 1/4πε0 ക്യൂ ബൈ r² ആയിരിക്കും. അല്ലെങ്കിലുള്ള ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു σ/ε0 ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ r². സോറി, തിരിച്ച് r² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R² ആയിരിക്കും. r² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R² ആയിരിക്കും. ഓക്കെ, സോറി, ക്യാപിറ്റൽ R² ബൈ r² എന്നാണ്, r². ഇനി ഓൺ ദി സർഫസിലേക്ക് വരികയാണെങ്കിൽ, ഓൺ ദി സർഫസിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, അതായത് ഇവിടുത്തെ പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റ് സർഫസിലേക്ക് വരുമ്പോൾ 1/4πε0 ക്യൂ ബൈ ക്യാപിറ്റൽ R² ആവും, അല്ലെങ്കിൽ E ഈസ് ഈക്വൽ ടു σ/ε0 ആവും. ഇനി ഇൻസൈഡ് ദി ഷെല്ലിനകത്താണ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ഈ പറയുന്നത് ഒരു ഹോളോ ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ കേസാണ്. ഹോളോ കണ്ടക്റ്റിംഗ് ഷെൽ, അകം പൊള്ളയായിട്ടുള്ള ഒരു ഷെല്ലിൻ്റെ കേസിലാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എവിടെ മാത്രമാണ്? സർഫസിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ വളരെ വിശാലമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇനി എക്സ്ട്രാ വരുന്ന കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വളരെ വിശാലമായിട്ട് തന്നെ പറയാം. മാക്സിമം പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ കുറേ നാളായി ക്ലാസ് എടുത്തിട്ട് സമയമില്ലായിരുന്നു, ഇന്നും സമയം കുറവായിരുന്നു. എന്നാലും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്താണ് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസുമായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഗുഡ് ബൈ.